നമസ്കാരം. നമ്മുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനും ചേട്ടനും കൂടി ഇന്ന് ഒരു ഉല്ലാസയാത്രയ്ക്ക് പോകുക കേട്ടോ. അപ്പം നമ്മളിന്ന് വലയിടുന്ന വീഡിയോ അല്ലാതുള്ള മറ്റ് വീഡിയോകളൊന്നും നമ്മൾ ഇന്ന് ഇടുന്നില്ല കേട്ടോ. നമ്മളിന്ന് ഉല്ലാസയാത്രയ്ക്ക് പോകുന്ന വീഡിയോ ആണെന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ ദൂരെ എങ്ങും അല്ല, നമ്മുടെ വീടിന് അടുത്ത് ചേർന്ന് കുറേ തോടുകളുണ്ട്. നമ്മൾ പോകാത്ത നിങ്ങൾ കാണാത്തതുമായ കുറേ ഭാഗങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി പോയി കാണാമെന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ദൂരം മാറി അപ്പുറത്തോട്ട് പോകുന്ന കുറേ ദൂരം പോകണം കേട്ടോ. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് ഈ ഒരു തോടും അവിടുത്തെ പരിസര പ്രദേശങ്ങളും ഒക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി. നമ്മൾ ആദ്യമായിട്ട് കയറാൻ പോകുന്നത് ഒരു വനം പോലുള്ള ഒരു തോട്ടിലാണ് കേട്ടോ. പണ്ട് കാലത്ത് അവിടെ നല്ല ഒരു തോടായിരുന്നു. ആൾക്കാർ എതുവഴി പോയാലും കാണാവുന്ന ഒരു തോടായിരുന്നു കേട്ടോ. ഇപ്പോൾ അവിടെ കയറണമെന്നുണ്ടെങ്കിൽ വനത്തിനുള്ളിൽ കയറുന്ന കണക്ക് വേണം നമ്മളിപ്പോൾ അവിടെ കയറാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇപ്പോൾ ആ ഒരു തോട്ടിലേക്ക് നമ്മൾ കയറാൻ പോവുക കേട്ടോ. അപ്പോൾ ഇതാണ് ആ തോട്. അപ്പോഴിവിടെ കയറണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ആദ്യമേ നമ്മൾ കുറേ കമ്പും ചുള്ളികളും ഒക്കെ ഒടിച്ച് കളഞ്ഞതിന് ശേഷമേ നമുക്ക് ഇതിനകത്തോട്ട് കയറാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ ഇത് കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നല്ലൊരു വനമായിട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ വള്ളം ഇവിടെ ഒരു ഇലയിൽ തട്ടിക്കിടക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊന്ന് വെട്ടി ഒതുക്കിയിട്ട് വേണം ഇനി അകത്തോട്ട് കയറാൻ കേട്ടോ. നമ്മൾ പണ്ടൊരിക്കലും ഇവിടെ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അവിടെ കയറി നമ്മൾ അന്ന് വലയിടുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അവിടെ കയറിയത്. പക്ഷെ നമുക്ക് അവിടെ വലയിട്ടൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഞങ്ങളിപ്പം കുറേ അതിനുശേഷം നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടേക്ക് കയറുന്നത്. ഇതിന് ഈ ഒരു തോടിൻ്റെ ഇരു കരയിലും നല്ല രീതിക്ക് വനം പോലെ കാട് പിടിച്ച് നിൽക്കുക കേട്ടോ. ഈ ഒരു ഭാഗത്ത് രണ്ട് സൈഡിലായിട്ടും വലിയ വലിയ കമ്പട്ടികളും മറ്റുമാണ് പിടിച്ച് നിൽക്കുന്നത്. ഇതിനുള്ളിൽ കയറിയ നല്ല തണുപ്പാണ് കേട്ടോ. നല്ലൊരു രസമുണ്ട് ഇതിനകത്ത് കയറാൻ. നമ്മൾ ആമസോൺ കാട്ടിലെ വനം പോലെയൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. ഞാൻ പോയിട്ടില്ല, പക്ഷേ എങ്കിലും നമുക്ക് കാണുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു വനം പോലെയാണ് തോന്നുന്നത് ആദ്യം കുറേ ഭാഗം വരെ. പിന്നെ കുറേ അങ്ങോട്ട് ചെല്ലുമ്പോൾ കുറേ നല്ല സ്ഥലമുണ്ട്. പക്ഷേ എങ്കിലും അവിടെയും സൈഡ് മൊത്തം കാടാണ്. ഇതുപോലെ മരങ്ങൾ പന്തലിച്ച് നിൽപ്പില്ല, പക്ഷേ എങ്കിലും കുറേ ഭാഗത്ത് നല്ല കാടാണുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു കമ്പൊക്കെ നമ്മൾ കണ്ണിൽ കൊള്ളാതെ ഒടിച്ച് മാറ്റിയിട്ട് വേണം കയറാൻ. കണ്ണിലൊക്കെ കയറിപ്പോയാൽ തീർന്ന്. ഒരാൾ ഒറ്റയ്ക്കായിട്ട് ഇതിനകത്ത് വരാൻ പറ്റത്തില്ല. കാരണം 2 പേര് കൂടി വള്ളത്തിൽ വന്നാൽ ഒരാൾ വള്ളം തുഴയും, അടുത്ത ആൾ കമ്പൊക്കെ പിടിച്ച് വകഞ്ഞ് മാറ്റി നമുക്ക് കയറിപ്പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ കയറി വന്ന ഭാഗമാണ് ആ കാണുന്നത്. കുറച്ച് ഉള്ളിലോട്ട് ഇതേപോലെ കമ്പും തടികളും ഇരു സൈഡിലായിട്ട് നിൽക്കുക കേട്ടോ. നല്ലൊരു ഭംഗിയല്ലേ കാണാൻ. ഇതിനടിയിലൊക്കെ മീനും പിന്നെ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. വല്ല കഴുതയെന്ന് പറയുന്നത് നീർനായ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കാണും ചിലപ്പം. പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിനോട് ചേർന്നുള്ള റോഡില്ലേ, ആ റോഡ് സൈഡാണ് ഈ കാണുന്നത് കേട്ടോ. ഇതിൻ്റെ തൊട്ടപ്പുറം മാറി റോഡാണ്. അതുകൊണ്ട് നമുക്ക് ഭയക്കേണ്ടുന്ന കാര്യമില്ല കേട്ടോ. കുറേ ചുള്ളികളൊക്കെ വെട്ടിയിട്ടിട്ടുണ്ട്. അപ്പം നല്ല മരത്തണല കേട്ടോ. മരങ്ങളെല്ലാം മൂടി കേട്ടോ. തെങ്ങും ഒക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് തെങ്ങുണ്ട്, പക്ഷേ തെങ്ങിനെ കൊണ്ട് പ്രയോജനമൊന്നുമില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഞാനൊന്ന് കാണിക്കാം. പന്തലിട്ടേക്കുന്ന കണക്കാ കേട്ടോ മുകളിൽ. അതുകൊണ്ടാണ് ഈ തണുപ്പ് നമുക്ക് കേട്ടോ. ഇതിനകത്ത് കയറുമ്പോൾ നമുക്ക് ഇതിനകത്തൊന്ന് കയറിയിട്ട് ഇറങ്ങാൻ തോന്നുന്നില്ല. നല്ല തണുപ്പ് ഇതിനകത്ത്. ചൂടത്ത് നിന്ന് കയറി നിൽക്കുമ്പോഴേട്ടോ അങ്ങോട്ടൊക്കെ ഭയങ്കര വനം പോലെ കിടക്കുക ആ ഭാഗത്തോട്ടൊക്കെ. അപ്പം അങ്ങനെ നമ്മൾ പുറത്തിറങ്ങാൻ പോവാട്ടോ. അപ്പം അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക. അയ്യോ, അവൻ്റെ വള്ളത്തിലൊന്ന് കയറാം. അതെ,
ഭാഗമുണ്ട്. അതിനെന്ത് നമ്മൾ മീൻ പിടിക്കാൻ കയറുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി കേട്ടോ. പുറത്തിറങ്ങി ഇനി നമുക്ക് അടുത്ത തോട്ടിലോട്ട് പോകാം. നമുക്ക് അവിടെ കാണാം. അവിടെ എന്തോ മീൻ ഏതാണ്ട് താന്നയാണല്ലോ ഏട്ടാ. കടപ്പലാണ്. തടമാണെന്ന് തോന്നുന്നുണ്ട്. തടവൊട്ടുമില്ല. വഴി കിടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ അങ്ങനെ അടുത്ത തോട്ടിലേക്ക് കയറും കേട്ടോ. അങ്ങോട്ട് പോകും, തെക്കോട്ട് പോകും. ഇപ്പം ഈ ഒരു തോടിൻ്റെ കാര്യം പറഞ്ഞാലുണ്ടല്ലോ, പണ്ട് ഇവിടെ പിന്നെ ഇവിടെ കണ്ടലും കമ്പട്ടിയൊക്കെ ആയിട്ട് കിടന്നതാണ് കേട്ടോ. കിടന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ കുറേ പണിക്കാരെയൊക്കെ നിർത്തി. തെങ്ങുകളായിരുന്നു, അതെ. വരമ്പുകാലുകൾ ആ ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അങ്ങനെ ഈ വേലിയേറ്റം ഇവിടെ കുറെ കാലത്തിന് മുമ്പ് ഇവിടെ എല്ലാം വരമ്പുകാലിൽ തെങ്ങുകളായിരുന്നു. വലിയ തെങ്ങൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അതിൻ്റെ മണ്ട പോയൊക്കെ നിൽക്കുന്നത് ഇത് ഈ വരമ്പിലായിരുന്നു. വരമ്പെല്ലാം പോയി വെള്ളം കയറി നാശപ്പെട്ടു. അങ്ങനെ ഇപ്പോൾ ഒരു കുളമായിട്ട് മാറ്റാനുള്ള ശ്രമമാണ് നോക്കുന്നത്. അതിൻ്റെ പണിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നടുക്കെല്ലാം കുറേ തെങ്ങുകളുണ്ടായിരുന്നു കേട്ടോ. ആ തെങ്ങെല്ലാം കുറേ ജോലിക്കാരെയൊക്കെ നിർത്തി അവർ ഈ വസ്തുവിൻ്റെ ഉടമസ്ഥൻ അതിൻ്റെ തെങ്ങൊക്കെ എടുത്ത് കേട്ടോ. ഉണ്ടോ? അപ്പോൾ ആ തെങ്ങിൻ്റെ ചെവിട അത് കാണുന്നത്. തെങ്ങിൻ്റെ മൂട് കാണുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇതിനകത്ത് മീൻകുളമാക്കിയതാണ്. ഉണ്ടോ? ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതൊക്കെ ഇതിനകത്തുള്ള തെങ്ങുകളാണ്, വലിയ തെങ്ങുകളൊക്കെ. ഇവിടെ വലിയ തെങ്ങുകളൊക്കെ ഇടയ്ക്കുണ്ട് കേട്ടോ. നമ്മുടെ ആ ഭാഗം മാത്രമേ ഉള്ളൂ വലിയ തെങ്ങ്. കൂടി പോകുന്നത് റെയിൽവേ ലൈനാണ്. എൻ്റെ ഇലക്ട്രിക് കമ്പികളാണ് കിടക്കുന്നത് കാണിക്കാൻ. അപ്പോൾ നമ്മൾ റെയിൽവേ ലൈനിൻ്റെ തൊട്ടടുത്താണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം പറഞ്ഞാലും ഉണ്ടോ, ഇവിടെ കുറേ ഇതിനപ്പുറത്തോട്ട് മാറി കുറേ വീടുകളുണ്ടായിരുന്നു. ഇതിനപ്പുറത്ത് ഈ കാണുന്ന തെങ്ങിൻ്റെ അപ്പുറത്തുണ്ടല്ലോ ഒരു വലിയൊരു വീടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ താമസിച്ചിരുന്ന വീടാണ്. അപ്പോൾ അവർ മക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി കഴിഞ്ഞപ്പം ആ വീട് അവിടെ നിന്ന് എല്ലാവരും മാറി താമസിച്ച്. കാരണം ആ വീട് അവിടെ കിടന്ന് നശിച്ച്. ആ വീടൊന്നും പൊളിച്ചിട്ടില്ല, ഇപ്പോഴും ഉണ്ട് ആ വീട് കേട്ടോ. അപ്പം ഇതാണ് ഇവിടുത്തെ ഭംഗി. അതിനകത്തും ഉണ്ട് കണ്ടൽ വൃക്ഷങ്ങളൊക്കെ ഉണ്ട്. അതെ, വളർന്നില്ല, ചെറുതാണ്. കുറച്ച് തെങ്ങ് മണ്ട പോയ തെങ്ങുകളാണ് ഏറ്റവും കൂടുതലുള്ളത് ഇവിടെ കേട്ടോ. അപ്പോൾ അതാണ് ഇവിടുത്തെ തെങ്ങായിരുന്നു ഏറ്റവും ഇവിടുത്തെ ഒരു സൗന്ദര്യം എന്ന് പറഞ്ഞാൽ. ഇല്ലേ, ഇപ്പം കണ്ടൽക്കാടുകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ തോടുകളും ഒക്കെ കാണാൻ എന്ത് ഭംഗിയാണ്. അപ്പോഴും നമുക്ക് ഇതിനിടയ്ക്കൂടെ ഒക്കെ കയറി പോകാം കേട്ടോ. അപ്പോഴങ്ങനെ നമ്മൾ ഈ ഒരു തോട്ടിലേക്ക് ഇറങ്ങും കേട്ടോ. ഉണ്ടോ, ഒരാളിരിക്കുന്നുണ്ടോ? കണ്ടലല്ല, കടൽക്കാക്ക, നീർക്കാക്കയെന്ന് പറയും. അപ്പോൾ ഈ തോടുണ്ട്, ഈ ഒരു വീട് മാത്രമേ ഉള്ളൂ ഈ ഭാഗത്ത് കേട്ടോ. വേറെ വീടുകളൊന്നുമില്ല ഇവിടെ. ഈ ഒരു വീടുകൾ ആളുതാമസമൊന്നുമില്ല. അവർക്ക് വേറെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയാണ് അവർ താമസം. കൃഷികളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു കണ്ടൽക്കാടുകളുണ്ടോ, ചെറിയ ചെറിയ കണ്ടൽക്കാടുകൾ, എന്ത് നല്ല ഭംഗി രസമാണിത് കാണാൻ. ആ കാട് കിടക്കുന്ന ഭാഗത്തൊക്കെ നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. അവിടെയൊക്കെ കുഴിയൊന്നും അധികം ഇല്ല. അപ്പോഴങ്ങനെ നമ്മൾ ഈ നിൽക്കുന്ന അതിനകത്തൂടെ അപ്പോൾ ആ ഒരു കുറ്റിയിലൊരു കാക്ക ഇരിക്കുന്നുണ്ട്, ഒരു നീർക്കാക്ക.
അവിടെ നമുക്ക് അതുവഴി അങ്ങോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഈ ഒരു തോട് കണ്ടോ, ഈ തോടിൻ്റെ ഒരു വലിയൊരു കണ്ടമാണ് കേട്ടോ. വലിയൊരു കണ്ടമെന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യാതെ കിടന്ന് ഒരു ഭയങ്കരമായ ഒരു വനം പോലെയുള്ള കമ്പട്ടിയും കണ്ടലുകളും ഒക്കെ കിടന്ന ഒരു കണ്ടമായിരുന്നു ഇത് കേട്ടോ. ആ നിൽക്കുന്ന തെങ്ങുകൾ കണ്ടോ, ഏകദേശം കുറേയൊക്കെ മണ്ട പോയതാണ് അതിൻ്റെയൊക്കെ. ഇനിയിപ്പോൾ അതിനകത്ത് തേങ്ങയൊന്നും അധികം പിടിക്കത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നാൽ, അപ്പോൾ ഇതിനകത്ത് കുറേ തെങ്ങുകളുണ്ടായിരുന്നു, കണ്ടൽക്കാടുകളും ഉണ്ടായിരുന്നു. കണ്ടൽക്കാടുകളെന്ന് പറഞ്ഞാൽ നമ്മുടെ യഥാർത്ഥത്തിലുള്ള കണ്ടലല്ല, അതിനെ കമ്പട്ടി എന്ന് പറയുന്നത് ഈ നിൽക്കുന്ന സൈസ് കണ്ടലാണ് ഉള്ളത്. അപ്പം ആ കണ്ടലുകളായിരുന്നു ഇതിനകത്ത് കൂടുതലും ഉള്ളത്. അപ്പോൾ അങ്ങനെ ഈ ഒരു പുരയിടക്കാരൻ കണ്ട ഒരു തെങ്ങിൻ്റെ ചുവടായി കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ പുരയിടക്കാരൻ അവിടെ നിന്ന് തെങ്ങുകളൊക്കെ അറുത്ത് മുറിച്ച് മാറ്റിയതാണ് കേട്ടോ. അപ്പം അവർ ഇതിനകത്തുള്ള കാടും കമ്പട്ടിയും ഒക്കെ വെട്ടി മാറ്റി അവരെ എടുത്ത് കളഞ്ഞെന്ന് പറഞ്ഞാൽ അവർക്ക് കൊഞ്ച് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടും അത് ചെയ്തത് കേട്ടോ. അപ്പോൾ അവരങ്ങനെ കൊഞ്ച് കൃഷിയൊന്നും ചെയ്തില്ല ഇതിനകത്ത്. കുറച്ച് നാൾ മീനൊക്കെ ഇട്ടിരുന്ന്. അപ്പോൾ പിന്നെ അവർ ഇപ്പോൾ ഇതൊന്നും ചെയ്യാതെ കിടക്കും കേട്ടോ. ഇതിൻ്റെ ഈ നിൽക്കുന്നിടത്തെല്ലാം കണ്ടലുകളായിരുന്നു ഉള്ളത്, അതെല്ലാം വെട്ടി മാറ്റിയതാണ്. നമുക്ക് കയറാൻ പറ്റത്തില്ല അതേ രീതിയിലുള്ള കണ്ടോ, ഈ നിൽക്കുന്ന തെങ്ങുകളെല്ലാം മണ്ട പോയതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് റെയിൽവേ റോഡിനോട് ചേർന്നാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കുറച്ച് ഭാഗത്തേക്ക് വള്ളത്തിൽ പോകാം, പിന്നെ അങ്ങോട്ട് പറ്റത്തില്ല, അവിടെ വരെ ഉള്ളു ആ ഭാഗം കണ്ടോ. ആ കാണുന്ന ആ ഭാഗം വരെ ഉള്ളു കേട്ടോ. നമുക്ക് വള്ളം അങ്ങോട്ട് കൊണ്ടുപോയാലും തിരിച്ച് ഇറക്കാൻ വലിയ പാടാണ് കേട്ടോ. ഇത് റെയിൽവേ അരുവിൽ കൂടെ റെയിൽവേ കിടക്കുന്നത്. ഓരോ തെങ്ങിൻ്റെ ചുവട്ടിലും കുറേ പന്നയും കണ്ടലും നിറഞ്ഞു നിൽക്കുക. അപ്പോൾ നമ്മുടെ ഈ വള്ളം പോകുന്ന ഭാഗത്ത് മാത്രമേ ഉള്ളൂ കുറേ കുഴി കേട്ടോ. ഈ തെങ്ങിൻ്റെ ചുവട്ടിലൊക്കെ ആ ഭാഗത്ത് അതിനോട് ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലത്ത് അധികം ആഴമുള്ള സ്ഥലമല്ല. അപ്പം നമുക്കിങ്ങനെ ഇതിലേക്ക് ഇറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ പോകാം. ഈ ഒരു കുളം നല്ല രീതിയിൽ കണ്ടുവരാം നമുക്ക്. ഇതിലൊക്കെ ഇഷ്ടംപോലെ തേങ്ങ പിടിക്കുന്ന തെങ്ങുകളായിരുന്നു കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള തെങ്ങുകളായിരുന്നു കാണാം. അതെല്ലാം നശിച്ചു പോയി. കണ്ടോ അങ്ങ് ദൂരെ തെങ്ങ്, ആ തെങ്ങയിലൊക്കെ ഇപ്പോഴും തേങ്ങ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കുഞ്ഞു ഇപ്പോഴും ഇതുപോലെ തന്നെ ഈ തൈകളൊക്കെ, ഈ കണ്ടലിൻ്റെ തൈകളൊക്കെ ഇവിടെ വെള്ളത്തിൽ കൂടി ഒഴുകിയൊക്കെ വന്ന് കിളിക്കുന്നതായിരിക്കും. ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ കുറേശ്ശെ കണ്ടലിൻ്റെ തൈകൾ പിടിച്ച് നിൽപ്പുണ്ട്. ഇതൊക്കെ വളർന്നു വരുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട്. ഈ ഭാഗത്തൊക്കെ ആഴമില്ല കേട്ടോ, നമുക്ക് ഇറങ്ങി നിൽക്കാവുന്ന ഒരു സ്ഥലമാണ്, അത്രയും ആഴമേ ഉള്ളൂ. പിന്നെ നമ്മുടെ വള്ളം പോകുന്ന ആ ഭാഗത്തൊക്കെ നല്ല ആഴമുണ്ട് കേട്ടോ. നല്ല രസമല്ലേ ഇങ്ങനെ കാണുന്നത്. ഇപ്പം നമ്മുടെ മൺറോത്തിലെ പച്ചപ്പും ഹരിതവും ഊഷ്മളതയും ഒക്കെ കാണാൻ എന്ത് നല്ല ഭംഗിയാണെന്നറിയോ. ഈ ഒരു സ്ഥലത്ത് ഇതുവഴി നമ്മൾ വലയിടാൻ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഉണ്ടോ, ഇവിടെ ഒരാൾ കണ്ടേ, നമ്മൾ അപ്പുറത്തൂടെ പോയപ്പോൾ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. രാവിലെ ഉള്ള ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ വിശ്രമിച്ചിരിക്കുക കേട്ടോ. ഇനി പറന്നു പോകാനുള്ള ഒരു തയ്യാറെടുപ്പില്ല കേട്ടോ. പോയി ഇയാളെന്ന് പറഞ്ഞാൽ മീൻ പിടിച്ച് കഴിച്ചിട്ട് കരയ്ക്ക് കയറിയിരുന്ന് വിശ്രമിച്ച് അതവിടെ കാഷ്ടം അവിടെ ഇട്ടിട്ട് അടുത്ത മീനെ പിടിക്കാൻ പോകും കേട്ടോ. അതാണ് അയാളുടെ പതിവ്. പോകത്തില്ല, കണ്ടത്തിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ കയറിപ്പോകത്തില്ല, അവിടെ കിടന്നോളും. കഴിക്കുക, കരയ്ക്ക് കയറിയിരിക്കുക, കാഷ്ടം ഇടുക, ഇത് തന്നെ അയാളുടെ പണി. കൊക്കൊക്കെ ആണെങ്കിൽ ഒരു മീനൊക്കെ പിടിച്ച് തിന്നിട്ട് അങ്ങ് പോവും. ഇപ്പം കണ്ടോ ഈ ഒരു വീട് കണ്ടോ, ഈ ഭാഗത്ത് അങ്ങ് കുറേ ദൂരം വരെ ഈ ഒരു വീടേ ഉള്ളൂ കേട്ടോ. ഏതാണ്ടൊരു 100 മീറ്റർ, 1 കിലോമീറ്റർ ദൂരം വരെ ഈ ഒരു അകലത്തിന് അതിനകത്ത് ഉള്ള ഒരു വീടായത് കേട്ടോ. ഇവിടെ താമസക്കാരൊന്നും ഉള്ളതല്ല, അവർ വേറെ വീടൊക്കെ മേടിച്ച് വേറൊരു സ്ഥലത്ത് താമസിക്കുന്നത്. അപ്പോൾ അവരിവിടെ നിന്നൊക്കെ
വിറ്റ് പറക്കി പോയി. അപ്പോൾ മേടിച്ച ആൾക്കാരും ഇവിടെ താമസമുള്ളതല്ല കേട്ടോ. നല്ലൊരു വീടൊക്കെ ആയിരുന്നു. അതെല്ലാം കണ്ടോ ഉപ്പ് കയറി പൊടിഞ്ഞിരിക്കുന്നുണ്ടോ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഉപ്പ് കയറിയാലുള്ള ആ ഒരവസ്ഥ ഇതാണ്. ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാവേ. ആ വീടിൻ്റെ ഉപ്പ് കയറിയിരിക്കുന്നത് ഉണ്ടോ. ഉപ്പ് കയറി ഇതുപോലെ നശിച്ചു പോവും ആ വീട്. അത് നമ്മുടെ വീടും അത് തന്നെ. ഇത് കുറേ ഉപ്പ് നല്ല വെള്ളമൊക്കെ ഒഴിക്കാന്നുണ്ടെങ്കിൽ അതങ്ങ് മാറും. ഇതുണ്ടോ കണ്ടലുകൾ ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ളത്തിൻ്റെ നടുവിൽ അവിടെ ഇവിടെയായിട്ട് ചെറിയ ചെറിയ കണ്ടലുകൾ നിൽക്കുന്നുണ്ടോ. അതിൻ്റെ ആ വേരടിയിലോട്ട് പോയിട്ടുള്ളതൊക്കെ എന്ത് നല്ല ഭംഗിയാണ് കാണാൻ. പലതരത്തിലുള്ള കണ്ടലുകളാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഈ വീടിൻ്റെ അവർക്ക് ഒരുപാട് കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ. പലതരം കൃഷികളൊക്കെ ഉണ്ട്. ചെടികളും അതും ഇതുമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു പട്ടി കിടപ്പുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് അതിനകത്തൊന്ന് കയറാമായിരുന്നു. പട്ടി നമ്മളെ ചാടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളിനി ഇവിടുന്ന് തിരിച്ചിറങ്ങാൻ പോവാം കേട്ടോ. ഇവിടുത്തെ ഈ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മൾ തിരിച്ചിറങ്ങാൻ പോവാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇതിൻ്റെ ഭംഗികളൊക്കെ കണ്ട് നമ്മൾ ആസ്വദിച്ച് തോന്നുന്നു. അപ്പോൾ നമുക്കിനി കറങ്ങി തിരിഞ്ഞ് വീണ്ടും നമുക്ക് പുറത്തിറങ്ങാം. കണ്ടോ ഒരു ഞാറക്കൊക്ക് വരുന്നുണ്ടോ. കൊക്ക് വലിയ കൊക്ക. എവിടെയോ വന്നിരിക്കാൻ. കൊക്കല്ല, അത് പരുന്ത കേട്ടോ. ഞാൻ വെച്ച് കറുത്ത കൊക്കുണ്ടല്ലോ, അപ്പോൾ അതായിരിക്കുമെന്ന് കരുതി. ദൂരെ നിന്ന് വന്നപ്പോൾ അതൊരു പരുന്ത. അതാ വന്ന് ആ തെങ്ങയിൽ ഒട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകുന്ന ഏത് വഴിയാണെന്നറിയണ്ടേ. കണ്ടലിനിടയ്ക്കൂടെ നമ്മൾ പോകുന്നത് കേട്ടോ. കണ്ടൽ, പന്ന ഉണ്ടോ. ഈ ഒരു കണ്ടലുണ്ടോ. 3 സൈസ് കണ്ടലാണ് നിൽക്കുന്നത് കേട്ടോ. ഈ നിൽക്കുന്നത് കമ്പട്ടി എന്ന് പറയും, പറച്ചെന്ന് പറയും, പിന്നെ കണ്ടൽ. ഈ കണ്ടലിൻ്റെ കീഴിലൊക്കെ മീൻ കാണും കേട്ടോ. ഉണ്ടോ. നല്ല ഭംഗിയല്ലേ കാണാൻ. അപ്പം നിങ്ങളും ഇതുപോലെ ഞങ്ങളുടെ മൺട്രോത്തുരുത്തിലേക്ക് വരിക. ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ വന്ന് കാണുക. അതൊക്കെ വെക്കേഷനൊക്കെ ആകുമ്പം പിള്ളേരെയും കുട്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഈ ഒരു സ്ഥലങ്ങളൊക്കെ കാണാം. കണ്ടോ ആ ഒരു സ്ഥലത്ത് കണ്ടോ കണ്ടൽ ഒരേ നിരപ്പിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഇവിടുന്ന് അങ്ങേയറ്റം വരെ ഒന്ന് കുറേ മീൻ കിട്ടും. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ പുരയിടത്തിന്, നമ്മുടെ വസ്തുവിന് സേഫ്റ്റിയാണ്. കാരണം കരയൊന്നും ഇടിഞ്ഞു പോകത്തില്ല. അങ്ങനെയൊക്കെയുള്ള പല പല കാരണങ്ങളുണ്ട് കേട്ടോ. കണ്ടലിൽ നിന്നാൽ കണ്ടലിനകത്ത് മീൻ കയറി മുട്ടയിടും. അതുപോലെ തന്നെ നമ്മുടെ ചെവിരൊന്നും ഇടിഞ്ഞു പോകത്തില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കാൻ പോകും കേട്ടോ. അപ്പം നമ്മൾ കുറേ കാഴ്ചകളൊക്കെ കണ്ട് ഒരു പന്തലുള്ള ഒരു കാടിനകത്ത് കയറി, പന്തൽ പോലെ പടർന്ന് പന്തലിച്ച് മുകളിൽ കൂടി കിടക്കുന്ന ഒരു കാട്, അതൊക്കെ കണ്ട് ആസ്വദിച്ചു. അപ്പം നമ്മളിങ്ങനെ പുറത്തിറങ്ങാൻ പോകും കേട്ടോ. അപ്പോൾ ഇവിടെ ഈ കുറേ ഭാഗം കൂടെ ഉണ്ടോ കാടാണ്. ഉഗ്രമായ വനങ്കാടുകളാണ് ഇവിടെ എല്ലാം. ആ ഒരു ഭാഗത്ത് കാട്, ഈ ഒരു ഭാഗത്ത് കുറേ തെങ്ങുകളുണ്ട് കേട്ടോ. അവിടെയൊക്കെ കുറേ നല്ല ഭാഗങ്ങളാണ് കാണുന്നത് കേട്ടോ. ഇവിടെ മുഴുക്ക കാടുകളാണ്. കാട്, കണ്ടൽ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പലതരം കണ്ടലുകളാണെന്നുള്ളത്. അപ്പോൾ പലതരം കണ്ടലുകൾ ഇവിടെയുണ്ട് കേട്ടോ. കമ്പട്ടി, പറിച്ച, പിന്നെ യഥാർത്ഥ കണ്ടലെന്ന് പേരുള്ള ആ കണ്ടൽ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ.
അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പറയട്ടാ, നമസ്കാരം. ബൈ ബൈ. ബൈ ബൈ. അപ്പോൾ നമുക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരികെ പോവുക.